നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കരമനയിലുള്ള ആഴാങ്കൽ വാക്വേയിലാണ്. വാക്വേയിലുള്ള ഇന്നത്തെ നടത്തത്തിൻ്റെ കാഴ്ചകളാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കരമനയാറിൻ്റെ സൈഡിലുള്ള ഗോപുനന്ദിരത്തിന് തൊട്ടടുത്തായിട്ടുള്ള വാക്വേയുടെ എൻട്രൻസ് പോയിന്റിലാണിത്. ഇവിടെ നമുക്ക് ആ പാലമൊക്കെ കാണാം. നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ കുറേ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വാക്വേ. അതിൻ്റെ എൻട്രൻസ് പോയിൻ്റാണിത്. നാഷണൽ ഹൈവേയുടെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് പോയിന്റിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പതുക്കെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു തോന്നി. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇറങ്ങുന്ന വളരെ സൂക്ഷിക്കണം, ബിക്കോസ് വളരെ ആഴമുള്ള സ്ഥലമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആഴാങ്കൽ വാക്വേ എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൻ്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിൻ്റ്. ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫലകവും കാര്യങ്ങളുമൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് പോവുകയാണ്. നേരെ അകത്ത് കയറുമ്പോഴുള്ള കാഴ്ചയുണ്ട്. ഇവിടുന്ന് ആ താഴോട്ട് പോകുന്ന വഴിയിൽ ഒരു എന്തോ ഒരു ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാട് പിടിച്ച് കിടക്കുകയാണ്. വേറെ എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചെയ്തത്. കണ്ട ആ വഴി. ഇതാണ് വാക്വേയുടെ എൻട്രൻസ്. നല്ല മനോഹരമായിട്ടുള്ള എൻട്രൻസാണ്. ഫുള്ളി എന്താ പറയുക, പുഴയുടെ കരയിൽ കൂടെ ഇങ്ങനെ ചേർന്ന് പോകുന്നതിനുള്ള വഴി, ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്നു. ആളുകളൊക്കെ കുറച്ച് പേര് ഇവിടെ സൈഡിൽ ഇരിക്കുകയാണ് നടന്നു വന്നവർ. വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ നല്ല രസമുണ്ട്. തന്നെ ഇവിടെ കണ്ടോ, മഴയൊക്കെ വന്ന് കയറി നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം വാക്കുവേൽ ചെയ്തിട്ടുണ്ട്. പുഴയുടെ കരയിൽ കൂടെ ആയതുകൊണ്ട് വൈകുന്നേരത്തെ ആ ഒരു സൂര്യൻ്റെ ഭംഗിയും നമുക്ക് പുഴയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ സിറ്റിയിൽ നടക്കാൻ വരുന്ന സ്ഥലമാണിത്. നമ്മൾ നാഷണൽ ഹൈവേയിൽ കരമന നിന്ന് നമ്മുടെ കാപ്പനംകോട് പോകുന്ന വഴിക്ക് ഗോപുനന്ദിര ജി മാർട്ടിൻ്റെ സൈഡിലാണിത് സ്ഥിതി ചെയ്യുന്നത്, വാക്വേ എൻട്രൻസ്. ഇവിടെ വന്നപ്പോഴേക്കും ഒരു ചെക്ക് ഡാമുണ്ട് കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെക്ക് ഡാമുണ്ട്. വെള്ളം ഇങ്ങനെ ചെക്ക് ഡാമിൽ നിന്ന് ഫ്ലോ ചെയ്ത് പോകുന്നത് കാണാം. അതിന് നടുക്കായിട്ടൊരു പാറയൊക്കെ നിൽക്കുന്നുണ്ട്. അതിനെ കൂടെ കണക്ട് ചെയ്താണ് ചെക്ക് ഡാം കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ നടക്കുകയാണ്. അതായത് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ശരിക്കും എന്തെങ്കിലുമൊക്കെ കുറേ ആക്ടിവിറ്റീസും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കഫ്റ്റീരിയയും സംഭവങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഒരുപാട് പേർക്ക് നടക്കാനും അതുപോലെ തന്നെ വന്നിരിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു ഫുഡ് സ്പോട്ടുകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം കണ്ട് നടന്നു വന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്പൺ പവലിയൻ പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടു. ഇവിടെ വന്ന് നിൽക്കാനുള്ള ഒരു ഏരിയ, പിന്നെ പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സ്ഥലം ഉണ്ട്. നമ്മളതിന് താഴോട്ട് ഇറങ്ങി പോവാണ്. പുഴയിലേക്ക് ഇറങ്ങി പോകുന്നൊരു ഏരിയ ഉണ്ട്, കണ്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി എന്തായാലും താഴോട്ട് പോയി നോക്കാം. താഴെ നിന്നുള്ള വ്യൂസ് നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് താഴോട്ടൊന്ന് പോവാണ്, കണ്ടോ. ഇവിടെ നമ്മളിങ്ങനെ താഴോട്ട് പോകാനുള്ള പടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഇറങ്ങി പോകുന്നതിന് അവിടെ തന്നെ വെള്ളം ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് പോലും നിന്ന് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യൂ ഏരിയ അവിടെ കെട്ടിയിട്ടുണ്ട്. മഴക്കാലത്തൊക്കെ തന്നെ ആളുകൾ സേഫ്റ്റി ഭാഗമായിട്ട് അവിടെ താഴെ ഒരു കമ്പി ഒക്കെ ഇങ്ങനെ ബോർഡർ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചേർന്നാണ്ട് ഒരു ടർഫൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള മുകളിലേക്കുള്ള വ്യൂ ഇതാണ്, ഉണ്ടോ. മനോഹരമായിട്ടുള്ള വ്യൂ ആണിത്. ആകാശത്തിൻ്റെ വ്യൂവും ഇതാണ്. ചന്ദ്രനൊക്കെ ഉദിച്ച് നിൽക്കുന്ന കാണാം. ഇവിടെ നിന്നുള്ള വ്യൂ, മുകളിലേക്കുള്ള വ്യൂ ഇതാണ്. അങ്ങനെ കുറച്ച് നേരം നമുക്കൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു വ്യായാമമൊക്കെ ആയിട്ട് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആഴാങ്കൽ വാക്വേ. ആ ടർഫിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഉണ്ടോ, കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ടർഫിൽ. ഇവിടെയൊക്കെ മിഡിലായിട്ട് കുറച്ച് ക്രോസൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടാനുള്ള ഒരു ചെറിയ വേ ഒക്കെ കാണാം. നമ്മൾ അതിൻ്റെ എൻഡ് വരെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. എങ്ങനെയാണ് ഇത്ര ദൂരമുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടി. കുറേ ദൂരം വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നു. ഒരുപാട് ആളുകൾ വൈകുന്നേരത്ത് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണിത്. താഴെയായിട്ട് ചെടി നട്ടിട്ട് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. ഒരുപാട് എണ്ണം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചെടികൾ താഴെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. വെള്ളം നമുക്ക് മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പുതിയൊരു ഗാർഡൻ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും കാണാൻ വേണ്ടി. നല്ല വ്യൂവും നല്ല
മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കുന്നത്. ഈ ഗാർഡനും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ നന്നായിരിക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് ചെയ്യാം. ശരിക്കും ഒരു ചെറിയ ചെറിയ കോഫി ഷോപ്പ് പോലത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ ആളുകൾക്ക് കൂടുതലായിട്ട് വന്നവിടെ ഈ കാഴ്ചകളെ കണ്ടിരിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ, ഇതുപോലെ ഗാർഡൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. നമ്മളത് വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരെ കുറച്ച് ഇരുട്ടാൻ തുടങ്ങി. CCTV ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റുകളൊക്കെ ഓണായി വന്നു. കുറച്ച് ഇരുട്ടി 6-6:30 മണിയായപ്പം ലൈറ്റെല്ലാം ഓണായി. നല്ല വെളിച്ചമുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് 6ൻ്റെ ഒരു കടവിൻ്റെ ഒരു ഏരിയയാണ്. അവിടെ വന്ന് നമ്മൾ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടു. ഇതാണ് എൻ്റെ ഒരു ഏരിയ. ഇവിടെയും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഞാൻ കണ്ട 2 കാര്യം: ഒന്ന്, നമുക്ക് അവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അതും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ആളുകൾ ഇഷ്ടം പോലെ ആളുകളോട് വരുന്നുണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ കരുതി നടക്കുക. ബിക്കോസ് അതിനകത്ത് പ്രത്യേകിച്ച് ഷോപ്പുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കൊണ്ടുപോകണം. നടന്നു വന്നപ്പോൾ അടുത്ത ഒരു കടവിൻ്റെ ഒരു എൻട്രൻസ് ഏരിയയിലേക്ക് എത്തി. ഇത് കണ്ടോ, ഇവിടെ കൂടെ താഴേക്ക് ഇറങ്ങി പോവാം. പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. സൂക്ഷിച്ചിറങ്ങാം. നമ്മൾ പുഴയൊക്കെ ഇവിടുത്തെ ആഴവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ പോവാം. പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഈ സൈഡിലെ കാടൊക്കെ കയറി കിടക്കുന്നുണ്ട്. അതൊന്ന് ക്ലീനൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അങ്ങനെ നടന്നാണ് നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു എൻഡ് പോയിന്റിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. വാക്ക്വേയുടെ ലാസ്റ്റിലുള്ളൊരു ബോർഡ് കണ്ടു. എൻഡ് പോയിന്റിലുള്ള ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ കണ്ട ഒരു ബോർഡ്, വാക്ക്വേയുടെ ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ വെച്ച് ഇത് തീരുകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടെ നമുക്കിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരാം. ഇത് നേരെ കണക്ട് ചെയ്ത് പാപ്പനംകോട് നിന്ന് കാലടിയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് അത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് ആളുകൾ നടക്കുന്നുണ്ട്, വഴിയുണ്ട്. പക്ഷേ വാക്ക്വേയുടെ മെയിനായിട്ടുള്ള റൂട്ട് അവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചു മലയാളപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട്. അതൊക്കെ കണ്ടു. അമ്പലത്തിലൂടെ പൂജയൊക്കെ നടക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ പോകുന്നു. അവിടെയും ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊരു 50 മീറ്റർ ദൂരത്ത് ലൈറ്റിങ്ങിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ കരമനയിൽ നിന്ന് കാലടി നമ്മുടെ പാപ്പനംകോട് നിന്ന് ആറ്റുകാലിലേക്ക് പോകുന്ന, തിരുവല്ലത്തേക്ക് പോകുന്ന ആ റോഡിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്.